അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ദോശമാവ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തമിഴ്നാട് ഫേമസ് പലഹാരമാണ് ഉണ്ടാക്കുന്നത്, പനിയാരം. രാവിലത്തെ മാവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് സ്നാക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുഞ്ഞിപ്പനിയാരം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്. കുഴിപ്പനിയാരം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം മസാല റെഡിയാക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഏത് ഓയിലായാലും കുഴപ്പമില്ല. ശേഷം ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് കടുക് ഇട്ടെടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് പരിപ്പ് അത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതിന് ഉഴുന്നിട്ടതിന് ശേഷം ഒന്ന് തീ കുറച്ച് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളിൻ്റെ പകുതി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലിട്ട് കൊടുക്കുക. വളരെ ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ഇഞ്ചി ചെറുതായി മുറിച്ചത്, ഒരു പച്ചമുളക് ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലാണ്, അതും ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് നല്ലപോലെ ഇളക്കി ബ്രൗണാക്കി എടുക്കുക. ചെറിയ തീരായിരിക്കണം ബ്രൗണാക്കി എടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ദോശമാവിൽ ഉപ്പുണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇത് നന്ന ബ്രൗൺ ആകേണ്ട ആവശ്യമില്ല, ഈ ഒരു പരുവത്തിൽ മതി. ഇത് സ്റ്റൗ ഓഫ് ചെയ്യുക. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ദോശമാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടോടെ ഒഴിച്ചു കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു പരുവത്തിലാവാണ്ട് ഈ ഒരു കട്ടിയിൽ നമ്മൾ സാധാരണ ഇഡ്ഡലി ദോശക്കൊക്കെ എടുക്കുന്ന മാവാണല്ലോ. അപ്പോൾ ആ ഒരു മാവിലേക്ക് നമ്മൾ ഈ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. സ്റ്റൗ ഓൺ ചെയ്ത് കാരി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കാരിൻ്റെ ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഓരോ കുഴിയിലും കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു ടീസ്പൂൺ വീതം ഒഴിച്ചു കൊടുത്താൽ മതി, കൂടുതൽ വേണ്ട. എല്ലാ കുഴിയിലും ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായതിന് ശേഷം ചുട്ടെടുക്കാം. ആദ്യം നടുക്കുള്ള കുഴിയിൽ ഒഴിച്ചു കൊടുക്കാം. നിറച്ച് ഒഴിച്ചു കൊടുക്കേണ്ട, ഒരു 3/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ തീ കുറക്കണം, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ നടുക്കത്തത് കരിഞ്ഞു പോകും. ആ കുഴിയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഒരു ഭാഗം 2 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് ഒരുപാട് നല്ലപോലെ ആയിട്ടുണ്ട്. എല്ലാം അപ്പം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം കൂടി 2 മിനിറ്റ് പൊരിച്ചെടുക്കാം. ഒരു ടൂത്ത്പിക്ക് എടുത്തിട്ട് ഇതുപോലെ കുത്തി നോക്കാം. എന്നിട്ട് തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഇതായിട്ടുണ്ട്. ഒന്ന് ക്രിസ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി തിരിച്ചിട്ട് എടുത്തിട്ട് പൊരിച്ചെടുക്കാം. കാരിൻ്റെ നടുക്കുള്ള അപ്പം ആദ്യം ഇട്ടത് കൊണ്ട് തന്നെ അത് ആദ്യം എടുത്ത് മാറ്റാം. പനിയാരം മുഴുവനും ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് ഇതിൽ തന്നെ ചുട്ടെടുക്കാം. പനിയാരം ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. ഇത് ചട്ടിൻ്റെ കൂടിയും കഴിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.